सबको मेरा नमस्कार. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സൂര്യപ്രസാദ് ദ്വിവേദി ജി എഴുതിയിട്ടുള്ള നാക്കുൻ ക്യോം പढ़ते हैं എന്നുള്ള നിബന്ധിൻ്റെ എൻഡിങ് പോർഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 പാർട്ടിൽ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അവസാന ഭാഗം കൂടെ ഒന്ന് നോക്കാം. जातियाँ इस देश में अनेक आई है, लड़ती झगड़ती भी रही है, फिर प्रेमपूर्वक बस भी गई है. सभ्यता की नाना सीटियों पर घड़ी और नाना और मुख करके चलने वाली इन जातियों के लिए एक सामान्य धर्म घोष निकालना कोई सहज बात नहीं थी. നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് കുടിയേറി പാർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അടികൂടിയും സ്നേഹത്തോടെ കഴിഞ്ഞും ഒക്കെ നമ്മൾ ഒരുപാട് കാലം ഇവിടെ ജീവിച്ച ആൾക്കാരുണ്ട്. അവരെല്ലാവരും എന്താണ്, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സാമാന്യ ധർമ്മം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ സാമാന്യ രീതി ഇങ്ങനെ ജീവിക്കണം. ഇല്ലെങ്കിൽ പല ജാതിക്കാരും അല്ലെങ്കിൽ പല സൈഡിൽ നിന്നും വന്ന ആൾക്കാർ അവരുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസമുള്ള ആൾക്കാരാണ്. അങ്ങനെ വ്യത്യാസമുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ടുള്ളൊരു ജീവിത രീതി കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. भारतवर्ष के ऋषियों ने अनेक प्रकार से इस समस्या को सुलझाने की कोशिश की थी. നമ്മുടെ ഭാരതത്തിലുള്ള ആൾക്കാർ തന്നെ, പണ്ഡിതന്മാർ തന്നെ ഈ പല തരത്തിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. पर एक बात उन्होंने लक्ष्य की थी, समस्त वर्णों और समस्त जातियों का एक सामान्य आदर्श भी है. അപ്പോൾ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളിൽ നിന്നും അവർ മനസ്സിലാക്കിയെടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഇവിടെ എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്, രൂപത്തിലും ഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം നിറഞ്ഞ ആൾക്കാരാണെങ്കിലും അവരുടെ എല്ലാവരുടെയും ആദർശം ഒന്ന് തന്നെയായിരുന്നു. അവർക്ക് സാമാന്യ ആദർശം ഉണ്ടായിരുന്നു, ഏകദേശം ഒരുപോലുള്ളൊരു ആദർശങ്ങളായിരുന്നു അവർക്ക് ഉള്ളത്. വഹ് ഹേ അപ്നെ ഹി ബന്ധനം സെ അപ്നെ കോ ബാന്ധന. അതായിരുന്നു അവരവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, അവരവരുടെ ഉള്ളിൽ നിന്ന് അവരവരുടെ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ട് അതിൽ തന്നെ തളച്ചിടുക. അതായത് കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആദർശം ആയിരുന്നു. മനുഷ്യ പശു സെ കിസ് बात में भिन्न है, आहार निद्रा की पशुसुलभ स्वभाव से ठीक वैसे ही है जैसे अन्य प्राणियों के. അതായത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ചോറ് കഴിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക എന്നുള്ള കാര്യമൊക്കെ മറ്റുള്ള മൃഗങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട്, അന്യപ്രാണികളിൽ നിന്നും വ്യത്യാസമായിട്ട് മനുഷ്യനുള്ള കഴിവ് എന്താണെന്ന് വെച്ചാൽ, उसमें संयम है, दूसरे के सुख दुख के प्रति संवेदना है, श्रद्धा है, तब है ത്യാഗ് ഹേ. മനുഷ്യൻ എന്താണ്, സംയമമാണ്, ഒരു അവനവൻ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതി മനുഷ്യന് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഒരു എമ്പതി പ്രകടിപ്പിക്കാനും, ഇല്ലെങ്കിൽ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുള്ളൊരു കഴിവും മനുഷ്യന് നന്നായിട്ട് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ ശ്രദ്ധ, എല്ലാത്തിനോടും ഒരു ശ്രദ്ധ, ഒരു ഭക്തി നിറഞ്ഞ ഒരു പെരുമാറ്റം മനുഷ്യന് ഉണ്ട്. അതുപോലെ തന്നെ തബ് ഹേ ത്യാഗ് ഹേ. തബ് എന്ന് മീൻസ് തപസ്യ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സാക്രിഫൈസ് കേട്ടോ, അല്ലെങ്കിൽ പരിശ്രമം, അത് ചെയ്യാനുള്ള ഒരു ആദർശം, സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു മനോഭാവം മനുഷ്യരിലുണ്ട്. അതുപോലെ തന്നെയാണ് ത്യാഗവും പരിശ്രമവും, സാക്രിഫൈസും തപും ഒക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് മനുഷ്യന് ഉണ്ട്. ഈ മനസ്സാണ് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ മാറ്റുന്നത് കേട്ടോ, വ്യത്യസ്തനാക്കുന്നത്. ഏ മനുഷ്യക്ക് സ്വയം കെ ഉദ്ഭാവിത ബന്ധൻ ഹേ. ഇതൊക്കെ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഭാവങ്ങളാണ്. ഇസിലിയെ മനുഷ്യ ജഗഡേ ഠണ്ടേ കോ അപ്പന ആദർശ് നഹി മാനത്ത. അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യന്മാർ ഈ വഴക്കും പ്രശ്നങ്ങളും ഒന്നും നല്ലതായിട്ട് കണക്കാക്കുന്നില്ല. गुस्से में आकर चढ़ दौड़ने वाली अविवेही को बुरा समझता है एवं वचन मन एवं शरीर से किए गए असत्याचरण को गलत आचरण मानता है.
അതായത് വിവേകമില്ലാതെ പെരുമാറുന്ന ആൾക്കാർ, മനസാ വാച കർമ്മന, നമ്മൾ അറിയാതെ ചെയ്യുന്ന അത്യാചരണങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങളെ മോശമായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട് മനുഷ്യന്മാർ കേട്ടോ. മനസ്സോ വാച കർമ്മനെ ചെയ്യുന്ന നല്ല ആചരണങ്ങളല്ലാത്ത പ്രവർത്തികളെ മോശമായിട്ട് മനുഷ്യൻ കണക്കാക്കുന്നുണ്ട്. किसी भी जाति या वर्ण या समुदाय का धर्म नहीं है, ये मनुष्य मात्र का धर्म है. ഇതിപ്പോൾ ഇന്ന ജാതിയിലുള്ള ആൾക്കാർ, ഇന്ന ധർമ്മത്തിലുള്ള ആൾക്കാർ മാത്രമാണ് കൺട്രോൾ ചെയ്ത് ജീവിക്കേണ്ട ആൾക്കാർ, ഇല്ലെങ്കിൽ അവരാണ് സാക്രിഫൈസ് ചെയ്യേണ്ടത്, അവരാണ് പരിശ്രമം ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒന്നുമില്ല. മനുഷ്യനായിട്ട് പിറന്ന എല്ലാ ആൾക്കാരും അവരുടെ മനസ്സിൽ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരാണ് മനുഷ്യർ. മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. महाभारत में इसलिए निर्वैर भाव, सत्य और अक्रोध को सब वर्णों का सामान्य धर्म कहा है. അതുകൊണ്ട് തന്നെ മഹാഭാരത്, ഫേമസ് എപ്പിക്കായിട്ടുള്ള മഹാഭാരതത്തിൽ മനുഷ്യധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർവൈര്യഭാവ്, ആരോടും വെറുപ്പ്, വൈരാഗ്യം തോന്നാത്ത അവസ്ഥ, അതുപോലെ തന്നെ സത്യം പറയുന്ന അവസ്ഥ, അക്രോധ് ദേഷ്യമില്ലാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ അടുത്ത് ആവശ്യമില്ലാതെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന അവസ്ഥ. ഇതൊക്കെ എന്താണ്? വർണ്ണോക്ക സാമാന്യ ധർമ്മ ഹേ. ദേഷ്യമില്ലാതെ സ്നേഹത്തോടെ പെരുമാറുക, വെറുപ്പില്ലാതെ സ്നേഹത്തോടെ പെരുമാറുക, സത്യം പറയുക എന്നുള്ളത് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഗുണങ്ങളാണ് എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. गौतम ने ठीक ही कहा था कि मनुष्यता यही है कि वह सबके दुख सुख को सहानुभूति के साथ देखता है. ഗൗതമ മുനി ഇല്ലെങ്കിൽ ശ്രീ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ശരിയായിട്ട് തന്നെയാണ് പറഞ്ഞത്. മനുഷ്യത്വത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാവുമ്പോഴാണ് അവൻ എല്ലാവരുടെ സുഖദുഃഖത്തിലും പങ്കുചേരുകയും, അതുപോലെ തന്നെ എങ്ങനെ പങ്കുചേരുന്നു? സഹാനുഭൂതി കെ സാത്ത്, ഒരു സ്നേഹത്തോടെ ദയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ സുഖദുഃഖത്തിൽ പങ്കുചേരുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യത്വം ഉള്ളതുകൊണ്ടാണ്. ഈ ആത്മനിർമ്മിത ബന്ധൻ ഹി മനുഷ്യക്കോ മനുഷ്യ ബനാതാ ഹേ. ആത്മനിർമ്മിത്, സ്വയം നിർമ്മിച്ചിട്ടുള്ള ഒരു ബന്ധനം, ഒരു കൺട്രോളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അഹിംസ, സത്യ और अक्रोध मूलक धर्म का मूल उच्च यही है. मुझे आश्चर्य होता है कि अनजाने में भी हमारी भाषा में ये भाव कैसे रह गया है. അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു മനുഷ്യത്വം, അക്രോധമൂലക്ക് ഇല്ലെങ്കിൽ സത്യ, അഹിംസ, മറ്റുള്ളവരുടെ അടുത്ത് ദേഷ്യപ്പെടാതിരിക്കുക, അഹിംസ, അതുപോലെ തന്നെ സത്യം, ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ മൂലപ്രവൃത്തി എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് ആശ്ചര്യം തോന്നുകയാണ്, ഇതൊക്കെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവമായിട്ട് വന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ എന്നും ആശ്ചര്യത്തോടു കൂടി ആലോചിക്കാറുണ്ട്. ലേക്കിൻ മുझे नाखून के बढ़ने पर आश्चर्य हुआ था. अज्ञान सर्वत्र आदमी को पछाड़ता है. അതായത് ഇത്രയും ഗുണങ്ങളുള്ള നമ്മൾ, പിന്നെ ഈ ഗുണങ്ങളുള്ള നമ്മളിൽ എന്തിനാണ് നഖം വളരുന്നത് എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അജ്ഞാൻ, അറിവില്ലായ്മ, സർവത്ര ആദ്മിക്കോ പച്ചാടത്താ ഹേ, എല്ലാ മനുഷ്യരെയും പുറകോട്ട് വലിക്കുന്ന ഒന്നാണ്. और आदमी है कि सदा उससे लोहा लेने को कमर कसे है. മനുഷ്യനാണെങ്കിൽ എന്താണ്, എത്ര അറിവുണ്ടായിട്ടും ഇങ്ങനെ മനുഷ്യത്വഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്താൽ പുറകോട്ട് വലിക്കപ്പെടും. അവർക്ക് മനുഷ്യൻ എന്നുള്ളൊരു പരിഗണനയൊന്നും പിന്നെ ഉണ്ടാവില്ല. മനുഷ്യക്കോ സുഖ കൈസേ മിലേഗ. बड़े बड़े नेता कहते हैं वस्तुओं की कमी है और मशीन बैठाओ और उत्पादन बढ़ाओ और धन की वृद्धि करो और बाह्य उपकरणों की ताकत बढ़ाओ. മനുഷ്യന് എങ്ങനെയാണൊരു സ്ഥായി ആയിട്ടുള്ള സുഖം, സ്റ്റേബിളായിട്ടുള്ളൊരു ഹാപ്പിനെസ് കിട്ടുക? വലിയ വലിയ നേതാക്കന്മാരൊക്കെ പറയും, നമുക്ക് സ്കേഴ്സിറ്റി ഓഫ് വാൺസ് ആർ അൺലിമിറ്റഡ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ വസ്തുക്കളുടെ കുറവ്, അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയാൽ നമ്മുടെ എല്ലാം ശരിയാവും. അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, കാശൊക്കെ സ്വരൂപിക്കുക, അല്ലെങ്കിൽ കാശിൻ്റെ കൈകാര്യങ്ങളൊക്കെ നന്നായിട്ട് നടത്തുക, അപ്പോൾ ഒക്കെ നമുക്ക് നല്ല സുഖം ഉണ്ടാവും. ഇല്ലെങ്കിൽ മനുഷ്യൻ
നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കും എന്നൊക്കെ വലിയ വലിയ നേതാക്കന്മാർ പറയും. പക്ഷേ एक बूढ़ा था उसने कहा था बाहर नहीं भीतर की ओर देखो. പക്ഷെ ഒരു വയസ്സായ ആളുണ്ടായിരുന്നു ഇവിടെ. അവരെന്താണ് പറയാറുണ്ട്, പുറത്തല്ല, നിങ്ങളുടെ അകത്തേക്ക് തന്നെ നോക്കുക, അവനവനിൽ തന്നെ നോക്കുക. हिंसा को मन से दूर करो, मिथ्या को हटाओ, क्रोध और दोष को दूर करो, ലോക के लिए കഷ്ട സഹോ. അതായത് ഹിംസ എന്നുള്ള ഭാവത്തെ മനസ്സിൽ നിന്ന് ദൂരെ കളയുക, മിഥ്യാഭാവനകളിൽ നിന്ന് ദൂരെ മാറി നിൽക്കുക, ദേഷ്യം വെറുപ്പ് അതൊക്കെ ദൂരെ കളയുക, ആൾക്കാർക്ക് വേണ്ടിയിട്ട് കഷ്ടം സഹിക്കുക, ആരാം കി ബാത് മത് സോച്ചോ, റെസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. പ്രേം കി ബാത് സോച്ചോ, ആത്മതോഷൻ കി ബാത് സോച്ചോ, പ്രേമത്തിനെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ എന്താണ്, ആത്മത്യാഗത്തെക്കുറിച്ച് ചിന്തിക്കുക. കാം കർനെ കി ബാത് സോച്ചോ, ജോലി ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഉസ്നെ കഹാ പ്രേം ഹി ബഡി ചീസ് ഹെ ക്യോംകി വഹ് ഹമാരെ ഭീതർ ഹെ. അദ്ദേഹം പറഞ്ഞിരുന്നു, പ്രേമമാണ്, സ്നേഹമാണ് ഏറ്റവും വലിയ കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് നമ്മുടെ അകത്ത് തന്നെയാണെന്നും പറഞ്ഞിരുന്നു. ഉച്ഛൃംഖലത പശു കി പ്രവൃത്തി ഹേ, സ്വയം കാ ബന്ധൻ മനുഷ്യ കാ സ്വഭാവ ഹേ. തോന്നിയ പോലെ ജീവിക്കുക എന്നുള്ളത് പശുവിൻ്റെ പ്രവൃത്തിയാണ്, മൃഗത്തിൻ്റെ പ്രവൃത്തിയാണ്. മനുഷ്യന് ആ ഒരു രീതി ഇല്ല. സോ കാ ബന്ധൻ മനുഷ്യ കാ സ്വഭാവ ഹേ. സോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ബന്ധനം മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ബൂട്ടെ കി ബാത് അച്ചി ലഗി യാ നഹി പതാ നഹി ഉസെ ഗോലി മാർ ദി ഗയി. ആ വയസ്സായിട്ടുള്ള ആൾ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നമ്മൾ അവരെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞു. आदमी के नाखून बढ़ने की प्रवृत्ति ही हावी हुई. मैं हैरान होकर सोचता हूँ बूटे ने कितनी गहराई में बैठकर मनुष्य की वास्तविक चरितार्थता का पता लगाया था. ഇത് അങ്ങനെ അവരെ കൊന്നു കളഞ്ഞു. മനുഷ്യനാണെങ്കിൽ നഖം വളർത്തുന്ന പ്രവൃത്തിയും നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ വയസ്സായിട്ടുള്ള ആൾ എത്ര ആഴത്തിൽ ചിന്തിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നത് നമുക്ക്. നമ്മൾ അതിൽ നിന്ന് എന്താണ്, നമ്മുടെ ചരിതാർത്ഥത, മറ്റുള്ളവർക്ക് നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു മറ്റുള്ളവർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളൊരു രീതിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷെ നമ്മളപ്പോഴത്തേനും അവരെ കൊല്ലുകയും ചെയ്തു. ऐसा कोई दिन आ सकता है जबकि मनुष्य के नाखून का बढ़ना बंद हो जाएगा. ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നോ നാളെ അല്ലെങ്കിലും എപ്പോഴെങ്കിലും മനുഷ്യൻ നഖം വളർത്തുക എന്നുള്ളൊരു കാര്യം നഖുനുക്കോ ബഡ്ന ബന്ദ് ഹോ ജായേഗ, നഖം വളർത്തുക എന്നുള്ള കാര്യം അവസാനിപ്പിച്ചേക്കാം. प्राणी शास्त्रियों का ऐसा अनुमान है कि मनुष्य का अवश्य अंग उसी प्रकार झड़ लग जाएगा जिस प्रकार उसकी पूंछ झांट गई है. അതായത് ഈ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ പോലെയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ പൂർവികർക്ക് വാലുണ്ടായിരുന്നു, പക്ഷെ അത് യൂസ് ചെയ്യാതെ ആ വാല് മുളയ്ക്കുന്നത് നിന്നുപോയി എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും നഖം മുറിച്ച് കളഞ്ഞ് നമ്മുടെ മൃഗീയതയൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരു പക്ഷെ നഖവും വളരാതെ ആവും എന്ന് ഹരിപ്രസാദ് ജി പറയാണ്. ഉസ് ദിൻ മനുഷ്യ കി പശുത ബി ലുപ്ത് ഹോ ജായേഗി. അങ്ങനെ നഖം വളരാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പശുതയും മൃഗീയതയും ഇല്ലാതാവും. ലുപ്ത് ഹോ ജായേഗി, ഇല്ലാതാവും. शायद उस दिन वह मरणास्त्रों का प्रयोग भी बंद कर देगा. അങ്ങനെ നഖം വളരാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മൃഗീയതയും പോകുമ്പോൾ നമ്മൾ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും ഇല്ലാതാക്കും. तक इस बात से छोटे बच्चों को परिचित करा देना वांछनीय. जान पड़ता है कि नाखून का बढ़ना मनुष्य के भीतर की पशुता की निशानी है और उसे नहीं बढ़ने देना मनुष्य की अपनी इच्छा है, अपना आदर्श है. പക്ഷെ ആ ഒരു കാലം വരുന്നത് വരേക്കും നമ്മൾ നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. എന്താണ് ഈ നഖം വളർത്തുക എന്ന് പറയുന്നത് പശുദേൻ്റെ ഒരു വാഞ്ചനയെന്ന് വെച്ചാൽ നല്ലത്, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത്. എന്താ പറയേണ്ടത് കുട്ടികളുടെ അടുത്ത്? ഈ നഖം വളർത്തുക എന്നുള്ള കാര്യം മനുഷ്യൻ്റെ ഉള്ളിലുള്ള മൃഗീയതേൻ്റെ അടയാളമാണ്. ഉസേ നെഹി ബഡ്നെ ദേന, അതിനെ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. നഖം വളരാൻ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെ മൃഗീയതനെ വളർത്താൻ നമ്മൾ ഒരിക്കലും
നഖം വളർത്തുന്നത് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കണ്ട. അതിനെ എപ്പോഴും വെട്ടിക്കളയണം. ആ വെട്ടിക്കളയുന്നതോടുകൂടി നമ്മുടെ ഓരോ തവണ നഖം വെട്ടുമ്പോഴും നമ്മുടെ ഉള്ളിലെ മൃഗീയതേനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. മനുഷ്യൻ എന്തിനാണ് നഖം വളർത്തുന്നത്? അവൻ അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യക്ക് അപ്പനി ഇച്ഛാഹേ, മനുഷ്യന് അവൻ്റേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പന ആദർശഹേ, അവരവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആദർശവും ഉണ്ട്. മനുഷ്യൻ മറ്റുള്ള മൃഗങ്ങളെക്കാട്ടിലും വ്യത്യസ്തനാവുന്നത് മനുഷ്യൻ്റെ കുറേ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട്. ആ ഗുണത്തെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ ഈ നഖം വളർത്തുന്നത് ഒരു കാരണമായേക്കാം. അതുകൊണ്ട് മനുഷ്യനായി പിറന്നവരാരും നഖം വളർത്തരുത് എന്നാണ് ഹസാരി പ്രസാദ് ദ്വിവേദി പറയുന്നത്. बृहत्तर जीवन में अस्त्र शस्त्रों को बढ़ने देना मनुष्य की पशुता की निशानी है और उनकी भाट को रोकना मनुष्य का तकाजा है. ഇത് നഖം വളരുന്ന നഖത്തെ വെട്ടിക്കളയുന്നത് മനുഷ്യൻ പശുതേനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വരേണ്ട ഒരു തകാജ എന്ന് വെച്ചാൽ ഉൾപ്രേരണയാണ്. അത് വളരുന്നത് ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സാധനമാണ്. मनुष्य में जो घृणा है, जो अनायास बिना सिखाए आ जाती है, वह पशुत्व की धौत है और अपने को संयत रखना, दूसरे के मनोभावों का आदर करना मनुष्य का स्वधर्म है. മനുഷ്യൻ്റെ ഉള്ളിൽ ഈ വെറുപ്പ് എന്ന് പറയുന്നൊരു വികാരം ആരും പറഞ്ഞു കൊടുത്തിട്ട് വരുന്നതല്ല. അത് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നാണ്. घृण വെറുപ്പ്, അത് ഇന്നതാണ് വെറുപ്പ് എന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. അവരുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ തന്നെ അത് വളർന്ന് വന്നോളും. അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് മറ്റുള്ളവരെ ബഹുമാനിച്ച് മറ്റുള്ളവരുടെ ഫീലിങ്സിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു റെസ്പെക്റ്റ് കൊടുത്ത് ജീവിക്കുക എന്നുള്ളത് മനുഷ്യക സ്വധർമ്മ ഹേ, മനുഷ്യൻ്റെ മാത്രം ധർമ്മമാണ്, അവരുടെ മാത്രം ജീവിത രീതിയാണ്. ബച്ചേ ജാനെ तो अच्छा हो कि अभ्यास और तब से प्राप्त वस्तुएं मनुष्य की महिमा को सूचित करती है. പിന്നെ കുട്ടികൾ ഇതും കൂടെ അറിയുന്നത് നല്ലതായിരിക്കും. അഭ്യാസ് ഓർ തബ്, പ്രാക്ടീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പരിശ്രമിക്കുന്നതും. അഭ്യാസം ചെയ്ത് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കുന്ന വസ്തുക്കൾ മനുഷ്യൻ്റെ മഹിമേനെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ഉയർന്ന ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. സഫലത ഓർ ചരിതാർത്ഥത മേ അന്തർ ഹേ, സക്സസ്സും അതുപോലെ തന്നെ ചരിതാർത്ഥത എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. അതിനെയാണ് ചരിതാർത്ഥത എന്ന് പറയുന്നത്. അതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. मनुष्य मरणास्त्रों के संयोजन से बाह्य उपकरणों के बाहुल्य से उस वस्तु को पा भी सकता है जिसे उसने बड़े आडंबर के साथ सफलता का नाम दे रखा है. അതായത് ഒരുപാട് കാശും പണവും ആയുധങ്ങളും ഒക്കെ കൂട്ടി വെച്ച് ജീവിച്ച് സക്സസ് ആവുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ മനുഷ്യക്ക് ചരിതാർത്ഥത പ്രേമേഹേ, പക്ഷെ മനുഷ്യൻ്റെ സക്സസ് എന്ന് പറയുന്നത് സ്നേഹത്തിലാണ്, മൈത്രിയിലാണ്, കൂടിച്ചേരുന്നതിലാണ്, ത്യാഗത്തിലാണ്. अपने को सबके मंगल के लिए നിശേഷ ഭാവ സേ ദേനെ മേ ഹേ, അതായത് മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവരുടെ നല്ലതിനു വേണ്ടി പെരുമാറുന്നതിലാണ് അവരുടെ ചരിതാർത്ഥത, അവരുടെ സക്സസ് ഉള്ളത്. नाखून का बढ़ना मनुष्य की उस अंध सहजात वृत्ति का परिणाम है जो उसके जीवन में सफलता ले आना चाहती है. उसको काट देना उस निर्धारित आत्मबंधन का फल है जो उसे ചരിതാർത്ഥത की ओर ले जाता है. അതായത് നഖം വളരുക എന്നുള്ളത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ബൈബോൺ, ജനിച്ചപ്പോൾ തന്നെ ഉള്ളൊരു പ്രവൃത്തിയാണ്. അതിൻ്റെ പരിണാമമായിട്ടാണ് ഉസ്കെ ജീവൻ മേ സഫലത ലേ ആനാ ചാഹത്തി ഹൈ, അതിൻ്റെ പരിണാമമായിട്ടാണ് അതിനെ മുറിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ സക്സസ് വരണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത്. സക്സസ്സിനേക്കാളും ഏറ്റവും നല്ലത് എന്താണ്? ചരിതാർത്ഥത തന്നെയാണ്. എങ്ങനെയെങ്കിലും സക്സസ് ആവുക എന്നുള്ളതല്ല, മറ്റുള്ളവരെ സഹായിച്ചും പ്രേമിച്ചും ഒരുമിച്ച് കൂട്ടിയും അവരുടെ അടുത്ത് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ സഹാനുഭൂതി നിറഞ്ഞിട്ട് നമ്മൾ അവരെ
ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സക്സസ്, ചരിതാർത്ഥതയാണ് നമ്മളെല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ പുറകിൽ നമ്മുടെ ആത്മബന്ധനം ഉണ്ട്. നമ്മുടെ സ്വയം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും മനുഷ്യനെ വളരെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നാക്കുൻ ബഡ്തേ ഹേ തോ ബഡേ മനുഷ്യ ഉനെ ബഡ്നെ നഹി ദേംഗെ. നമ്മുടെ ശരീരത്തിൽ നഖം വളരുക എന്നുള്ളത് സ്വാഭാവിക പ്രവൃത്തിയാണ്. നഖം വളരുകയാണെങ്കിൽ വളർന്നോട്ടെ, നാക്കുൻ ബഡ്തേ ഹേ തോ ബഡേ, വളരുന്നെങ്കിൽ വളർന്നോട്ടെ, പക്ഷേ മനുഷ്യ ഉനെ ബഡ്നെ നഹി ദേംഗ, പക്ഷെ മനുഷ്യനായി പിറന്ന ആരും തന്നെ നഖം വളർത്തില്ല, അതിനെ വളരാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നാക്കുൻ ക്യോം ബഡ്തേ ഹേ എന്നുള്ളൊരു ചെറിയ ക്വസ്റ്റ്യനിലൂടെ അദ്ദേഹം നമ്മുടെ ഹിസ്റ്ററി, അതുപോലെ പുരാണം, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കണക്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു ഒരു പോസിറ്റീവ് തോട്ടോട് കൂടിയിട്ടാണ് ഈ എസ്സേ അവസാനിപ്പിക്കുന്നത് അല്ലേ. നഖം മേ ബി വളരാതിരിക്കും, നമ്മുടെ മനുഷ്യത്വം വളർന്നോട്ടെ, മൃഗീയത പതുക്കെ നശിക്കുകയായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ എസ്സേ നിർത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ 4 പാർട്ടും കാണുക, ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.